നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ ഉയർപ്പെരുന്നാളിന് ശേഷം, പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷം കർത്താവിൻ്റെ ശിഷ്യന്മാരെ 3-ാം പ്രാവശ്യം കർത്താവ് സന്ദർശിച്ച കാര്യം ഞങ്ങൾ ഇന്നലെ കേൾക്കുകയുണ്ടായി. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ, ഈ ശേഷിച്ച കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിറക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാണനെ വീണ്ടെടുത്ത് നിൻ്റെ ഉള്ളിലാക്കി ഞങ്ങൾ കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നത് എങ്ങനെയാണെന്നുള്ള പഠനം ഞങ്ങൾ തുടരുമ്പോൾ പ്രാണനെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമുള്ളതായ മർമ്മങ്ങൾ, അത് പഠിക്കുവാൻ പറ്റിയതായ വചനങ്ങൾ, വചനത്തിൻ്റെ ചുരുളഴിഞ്ഞ് ഞങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കണമേ. വന്ന എല്ലാവരെയും ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വരെ ഓർക്കുന്നു. അവർക്കും ആത്മാവിൽ ഈ വചനം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങൾ കാണുവാൻ ഞങ്ങളുടെ ഹൃദയക്കണ്ണുകളെ തുറക്കണമെന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധി തുറന്നു തരണമെന്നെല്ലാം ഞങ്ങൾ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ വായിച്ചതായ തിരുവചനത്തിൽ നിന്ന് ചില ശേഷിച്ച കഷ്ണങ്ങളോട് പെറുക്കാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പാഴ്പണിയുടെ തുടക്കം എവിടെയാണ്? നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ പണികൾ പാഴ്പണിയാണോ അതോ ഫലം നൽകുന്ന നല്ല പണിയാണോ? കൃഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്ന കൃഷിയാണോ അതോ വിളവില്ലാത്ത പതിരായി പോകുന്ന കൃഷിയാണോ? വ്യാപാരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലാഭം കിട്ടുന്ന ബിസിനസ്സാണോ നഷ്ടം വരുത്തുന്ന മുടക്കുമുതലും കൂടെ നഷ്ടപ്പെടുത്തുന്ന നഷ്ടം വരുത്തുന്ന വ്യാപാരമാണോ? ഇങ്ങനെ കൃഷിയുടെയും വ്യാപാരത്തിൻ്റെയും ഭാഷയിൽ വേദപുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കെങ്ങനെ ലാഭകരമായി നമ്മുടെ ജീവിതത്തെ ഈ ജീവിതത്തിൽ ദൈവരാജ്യത്തിൽ ദൈവത്തോടൊത്ത് മുടക്കാൻ സാധിക്കും? വിത്ത് വയലിൽ വിതയ്ക്കുന്നത് പോലെയും വ്യാപാരി തൻ്റെ സമ്പത്ത് വ്യാപാരത്തിന് വേണ്ടി മുടക്കുന്നത് പോലെയും നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവൻ, നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെ ദിനചര്യകൾ, നമ്മുടെ പ്രതികരണങ്ങൾ ഇവയെല്ലാം ലാഭകരമോ നഷ്ടകരമോ അല്ലെങ്കിൽ ഫലപ്രദമോ ഫലരഹിതമോ ആയ ഫലത്തിലേക്ക്, അനുഭവത്തിലേക്ക് നയിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. എല്ലാവർക്കും ലാഭം ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ല ഫലവും ഇഷ്ടമാണ്, ആഗ്രഹമുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി പതിര് വരുന്നു, അപ്രതീക്ഷിതമായ നഷ്ടവും വരുന്നു, അപ്പോൾ നമുക്ക് ദുഃഖവും വരുന്നു. പക്ഷെ ഇത് ഒഴിവാക്കണമെങ്കിൽ എന്തെല്ലാം മുൻകരുതലുകൾ വേണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നുള്ള കാര്യങ്ങൾ ഇന്നലെ വായിച്ച വേദഭാഗത്തിനകത്ത് കുഞ്ഞിരിപ്പുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു രാത്രിയിലെ മീൻപിടുത്തം പാഴായിപ്പോയി. അതിന് കാരണമുണ്ടാകും. പത്രോസ് മാത്രമല്ല, പത്രോസിൻ്റെ കൂടെ കുറേ കൂട്ടുകാരെയും കൂടെ അന്ന് പാഴ്പണിക്ക് കൂട്ടുപിടിക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാധീനമുള്ളവരെ നല്ല വഴിയിലേക്കോ ചീത്ത വഴിയിലേക്കോ കൂട്ടിക്കൊണ്ടു പോകാൻ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പാഠം നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് പ്രാണനെ രക്ഷിക്കുന്ന വേലയിലോ പ്രാണനെ നശിപ്പിക്കുന്ന വേലയിലോ ആണോ നമ്മൾ മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും, നമ്മൾ അറിയാതെ ആണെങ്കിലും അനേകരെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അത് നന്മയ്ക്കോ തിന്മയ്ക്കോ ആകാൻ സാധ്യതയുണ്ട്. ഒരു കുറ്റത്തേക്കാൾ പ്രേരണ കുറ്റത്തിനാണ് വലിയ ശിക്ഷ എന്നുള്ളതാണ് ശിക്ഷാവധിയെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രേരണ കൊടുക്കുന്നത് നന്മയ്ക്കോ തിന്മയ്ക്കോ ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്നലെ വായിച്ച വേദഭാഗത്തിനകത്ത് പത്രോസ്ലീഹായുടെ പാഴ്പണിയുടെ തുടക്കം എവിടെയായിരുന്നു? എങ്ങനെയാണ് അത് ആരംഭിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശീമോൻ പത്രോസും ദിദീമോസ് എന്ന തോമസും ഗലീലായുള്ള കാനാവിലെ നഥാനിയേലും ചെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. പത്രോസും 6 ശിഷ്യന്മാരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അപ്പോൾ പത്രോസിനൊരു തോന്നൽ വരികയാണ്, മീൻ പിടിക്കാൻ പോകണം.
ആ തോന്നൽ എങ്ങനെ വന്നതാണ്? പത്രോസിന്റെ പ്രസ്താവന എന്താ? ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത്. കൂട്ടുകാരോട് പോകണമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പോവുക, ചേട്ടനാ പറഞ്ഞത്, അവരുടെ ലീഡറാണ് പറയുന്നത് ഞാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ് ഞങ്ങളും വരുന്നു. ഇങ്ങനെ ഞാൻ പോകുന്നൊന്നും പറഞ്ഞ് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് പോകുന്ന ഒത്തിരി പരിപാടി നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഞാൻ എത്രയോ പേരെ വഴിവഴുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വയം പിശാചിൻ്റെ ഒളിപ്പിടമാണെന്നാണ് പറയുന്നത്. സെൽഫ് ഈസ് ദ ഹൈഡിങ് പ്ലേസ് ഓഫ് ഈവിൾ. അപ്പം നഷ്ടകരമായ വ്യാപാരത്തിൻ്റെ തുടക്കത്തിനകത്ത് സെൽഫുണ്ട്, സ്വയമുണ്ട്. ആ സ്വയത്തെ കൃഷിച്ചാൽ മാത്രമേ, സ്വയത്തെ ത്യജിച്ചാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനോടൊപ്പം ലാഭകരമാക്കാൻ സാധിക്കൂ എന്നുള്ള വലിയൊരു പാഠമുണ്ട്. പത്രോസിനോട് ശിഷ്യനാകാൻ പറഞ്ഞപ്പോഴേ നിന്നെ തന്നെ ത്യജിച്ച് കുരിശെടുത്ത് തന്നെ നിയമിക്കണമെന്ന് പറഞ്ഞ, പക്ഷേ അത് മനസ്സിലായില്ല, അനുസരിച്ചുമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസിന് പിതാവിൻ്റെ ഒരു വെളിപ്പാട് കിട്ടിയപ്പോൾ യേശു വിശ്വസിക്കാൻ തോന്നി. യേശുവിന് ശിഷ്യനാകാൻ ആഗ്രഹം വന്നു. പക്ഷെ കർത്താവ് പറയുക, നീ എൻ്റെ ശിഷ്യനായിരിക്കാൻ വിളിക്കപ്പെട്ടയാളാണെങ്കിലും അതിന് തടസ്സമായി നിൽക്കുന്ന നിന്റെ സ്വയത്തെ നീ ത്യജിക്കണം. നിന്റെ സ്വയത്തെ നീ കുരിശിച്ചാലേ, അതിനെ ത്യജിച്ചാലേ നിനക്കെന്നെ അനുഭവിക്കാനൊക്കുള്ളൂ. അപ്പോൾ യേശുവിനോടൊത്ത് കൂട്ടുവ്യാപാരം ചെയ്യാനും കൂട്ടു കൃഷി ചെയ്യുവാനും വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ക്രിസ്തീയ ജീവിതം കൂട്ടുവ്യാപാരം പോലെയും കൂട്ടുകൃഷി പോലെയുമാണ്. ഇത് രണ്ടും പിതാവ് തിരിക്കുന്ന കൂട്ടാണ് ഇമ്മാനുവേൽ. അപ്പോൾ സമാധാനമായ യേശു, ഇമ്മാനുവേലായ യേശുവിനെ പിതാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുക. ആ പിതാവ് തന്ന പുത്രനോടൊത്ത് നമ്മൾ ലാഭകരമായ ആത്മ കൃപകളും കൃപാവരങ്ങളും ജ്വലിപ്പിച്ച് ലാഭം ഉണ്ടാകുന്ന ആത്മീയ വ്യാപാരം നടത്തണം. അതിൽ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ഉള്ള നിത്യസമ്പത്തുകൾ സമ്പാദിക്കണം. ആത്മലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള 3 സാധനങ്ങളാണ് ഏതാ? വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. 1 കൊരിന്ത്യർ 13-ന്റെ അവസാനത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ലാഭം അങ്ങനെയാണോ? ഒരു വ്യാപാരിക്ക് ലാഭം വേണം. അതിനാണ് ഈ ബദ്ധപ്പാട് മുഴുവനും. മുടക്കുന്നതും കട തുറക്കുന്നതും സാധനം വിൽക്കുന്നതും അത് പുറത്തെടുത്ത് വെക്കുന്നതും ബോർഡ് എഴുതി വെക്കുന്നതൊക്കെ എന്തിനാ? ഇതൊന്ന് വിറ്റ് കിട്ടണം. വിറ്റ് കിട്ടുമ്പം മുടക്കിയതിനേക്കാൾ ശകലം കൂടെ കിട്ടും. അതാ ലാഭം എന്ന് പറയുന്നത്. മുടക്കിയതിനേക്കാൾ ശകലം കൂടെ കൂട്ടി വിൽക്കാൻ അനുവാദമുണ്ട്. വ്യാപാരികൾക്ക് അനുവദിച്ചിരിക്കുന്നതായ ലാഭം കൊണ്ടാണ് അവർക്ക് ജീവിക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ആത്മീയ വ്യാപാരം കൊണ്ട് നേടേണ്ടതായ ലാഭം വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണ്. അതാണ് ആത്മീയ വർധനവെന്നാണ് അതിൻ്റെ പേര്. ആത്മീയ വർധനവ്, എഡിഫിക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പം നമ്മുടെ ലാക്ക് അതാണ്. നമ്മുടെ ഈ കഷ്ടപ്പാടുകൊണ്ടും ബദ്ധപ്പാടുകൊണ്ടും വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ഉള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ? അതോ ഉള്ള വിശ്വാസം കുറഞ്ഞു പോയോ? അത് നഷ്ടക്കച്ചവടമാണ്. ഇപ്പോൾ വിശ്വാസം കുറയുന്ന പരിപാടികൾ നഷ്ടക്കച്ചവടമായിരിക്കും. വിശ്വാസം നിലനിൽക്കുന്നതാണെങ്കിൽ നഷ്ടമുള്ള ലാഭമില്ല, മുടക്കുമുതൽ കയ്യിലുണ്ടെന്നുള്ള ആശ്വാസമുണ്ട്. എന്നാൽ വിശ്വാസം ഇന്നലത്തതിനേക്കാൾ ശകലം കൂടെ വർദ്ധിച്ചാൽ മാത്രമേ ലാഭകരമായി എന്ന് പറയാനൊക്കെ ഉള്ളൂ. വിശ്വാസം എത്രത്തോളം വർദ്ധിക്കണം? അതിനൊരു ടാർഗറ്റുണ്ട്. യോഹന്നാൻ 14:12 അതിൻ്റെ ടാർഗറ്റ്. എന്താ? യേശു ചെയ്തതെല്ലാം ചെയ്യണം. യേശു ചെയ്യാത്തതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മാറ്റിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങളൂടെ ഉണ്ട് ഈ ലോകത്തിൽ. അതും കൂടെ ചെയ്തെങ്കിലേ വിശ്വാസ ജീവിതം 100% വിജയിച്ചെന്ന് പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം ലാഭമാണോ നഷ്ടമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നഷ്ടക്കച്ചവടമാണ്. ഇത്രയും നാളും പള്ളിയിൽ വന്നു, പ്രാർത്ഥിച്ചു, വന്നെത്തി വന്നു, വേദോസം കൊണ്ടു നടന്നു, വേദോസം വായിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ വ്യാപാരത്തിന് കണക്ക് നോക്കുക. വിശ്വാസം യേശു ചെയ്തതെല്ലാം ചെയ്തു. യേശു ചെയ്തതെല്ലാം ചെയ്തില്ലെങ്കിൽ വിശ്വാസം പോരെന്ന. വല്ലതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതെല്ലാം നഷ്ടക്കച്ചവടമാണ്. നമ്മുടെ ലോകത്തെക്കാൾ വലിയ ജീവനാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കടക്കാരൻ, ഒരു വ്യാപാരി മുടക്കുന്നതിൻ്റെ കയ്യിലെ സമ്പത്തുകൾ മുഴുവൻ ആദ്യം മുടക്കുക, ലാഭം കിട്ടുമെന്നുള്ള പ്രത്യാശയിലാണ് അത് മുടക്കുന്നത്. പക്ഷെ നഷ്ടം വന്നു കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്, മുടക്കുമുതലാണ് പോകുന്നത്. അപ്പം നമ്മുടെ ലോകത്തെക്കാൾ വിലയുള്ള പ്രാണൻ സ്വർഗത്തിലെ പിതാവ് നോക്കി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. വലിയ വിലയുള്ളതാണത്.
ഇത് തന്നയാൾ തിരികെ ചോദിക്കും. അപ്പോൾ സ്വർഗത്തിലെ ബാങ്കിൽ നിന്ന് കടം തരുന്നതാണ് ഈ ജീവനും ജീവിതവും. തന്നയാൾ ചോദിക്കും. അത് നമ്മൾ കളയാൻ അനുവാദമില്ല, നഷ്ടപ്പെടുത്താൻ അനുവാദമില്ല, അത് പൂഴ്ത്തി വെക്കാൻ അനുവാദമില്ല. അതിനെ വർദ്ധിപ്പിച്ച് കൊടുക്കണമെന്നുള്ളതാണ് പിതാവിൻ്റെ ആഗ്രഹം. അപ്പോൾ ലോകത്തേക്കാൾ വിലയുള്ള നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ പിതാവ് നമുക്ക് വ്യാപാരം നടത്താൻ സ്വർഗത്തിലെ ബാങ്കിൽ നിന്ന് ലോണായിട്ട് തന്നുകൊണ്ടിരിക്കുക. കണക്കവിടെയുണ്ട്. എത്ര ദിവസത്തെ പ്രാണൻ നമ്മൾക്ക് തന്നു, ആ പ്രാണനെ നമ്മൾ എവിടെ മുടക്കി, എന്തു നേടി, നഷ്ടമാണോ ലാഭമാണോ, ഇത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിതാവായ ദൈവത്തമ്പുരാൻ കന്യാമറിയാമിന് കൊടുത്ത ജീവൻ, പ്രാണൻ മുഴുവൻ യേശുവിനെ വളർത്താൻ ഉപയോഗിച്ചു. 100% വിജയിച്ച ഒരു കൃഷിയും ഒരു വ്യാപാരമായിരുന്നു കന്യാമറിയാമിൻ്റേത്. എന്താ കാരണം? കന്യാമറിയാമിന് കിട്ടിയതായ ജീവൻ മുഴുവനും വചനത്തിന് വളരാനുള്ള വേദിയായി ഒരു കൃഷിഭൂമിയായി തൻ്റെ ജീവിതത്തെ മാറ്റിക്കൊടുത്തു. മറിയാമിൻ്റെ ഹൃദയത്തിൽ 3 വയസ്സ് മുതൽ ഒരു പള്ളിയിൽ വായിച്ച എല്ലാ വേദഭാഗവും ഉണ്ടായിരുന്നു. പള്ളിയിൽ പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ബാക്കി സമയം ഇതേക്കുറിച്ചുള്ള ചിന്തയായിരുന്നു, അതിനെക്കുറിച്ചുള്ളതായ ആഴമായ വിചിന്തനങ്ങളായിരുന്നു. അപ്പോൾ കന്യാമറിയാം 12 വയസ്സ് വരെ പഴയ നിയമത്തിലെ വചനങ്ങൾ മുഴുവൻ നല്ലവണ്ണം ഗ്രഹിച്ചു, പഠിച്ചു. അതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി സംശയങ്ങളും ഒത്തിരി ആവശ്യങ്ങളും ഒത്തിരി പ്രാർത്ഥനകളും ഉണ്ടായി. അങ്ങനെ കന്യാമറിയാമിന് വേദപുസ്തകം വായിച്ചപ്പോൾ ഉണ്ടായതായ ഏറ്റവും വലിയ ആവശ്യബോധം, മനുഷ്യജാതി പാപത്തിൽ വീണുപോയി. ഹൗവ മനുഷ്യജാതിയെയും കൊണ്ട് പാതാളത്തിലേക്ക് വീണുപോയി. ആ പാതാളത്തിലേക്ക് വീണുപോയ മനുഷ്യജാതിയെ വീണ്ടെടുക്കണം. അതിനെ ദൈവത്തിൻ്റെ പുത്രൻ വരുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പുത്രന് ജനിക്കാനൊരു കന്യക വേണം, ഒരു സ്ത്രീ വേണം. ആ സ്ത്രീ ഈ ദൈവപുത്രന് ജീവിക്കാൻ ജീവിതം മാറ്റിക്കൊടുക്കണം, വേർതിരിച്ചു കൊടുക്കണം. അങ്ങനെ ആ പാപപ്പാമ്പിന് തലയതിക്കുന്ന പദ്ധതിക്ക് ഒരു സ്ത്രീയും ഒരു സന്തതിയും ആവശ്യമാണ്. അതായിരുന്നു മാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനാ വിഷയവും. ആ പ്രാർത്ഥനാ വിഷയം എന്നും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. കർത്താവ്, വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: കന്യകഗർഭിണിയായ മകനെ പ്രസവിക്കും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിനെ ചതിക്കും. അതാണ് ലോകത്തിൽ നടക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ആദ്യം നടക്കേണ്ട കാര്യം അതാണ്. അത് എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കും? എൻ്റെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ആരാണ് ഈ കന്യയെന്നും ഈ ഐശ്വര്യെന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ആരായാലും അവർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേദപുസ്തക വായന പ്രാർത്ഥനയായി മാറണമെന്നാണ് അതിൻ്റെ അർത്ഥം. വേദപുസ്തക വായന പ്രാർത്ഥനയായി മാറുന്നുണ്ടോ? പ്രാർത്ഥന ആരാധനയായി മാറുന്നുണ്ടോ? ആരാധന പ്രാർത്ഥനയുടെ മറുപടിയായി മാറുന്നുണ്ടോ? എങ്കിലേ ലാഭകരമായ വ്യാപാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ലാഭകരമായ വ്യാപാരം നടക്കുന്ന ഒരു വ്യാപാരിയുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തൻ്റെ പണം മുടക്കുന്നു. അത് മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളായി അതിനെ മാറ്റുന്നു. ഏത് സാധനത്തിനാണ് ഡിമാൻഡ് ഉള്ളതെന്ന് അന്വേഷിക്കുന്നു. ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യന് അനുദിന ജീവിതത്തിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണ്, അത് എങ്ങനെയുള്ള സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ മനസ്സിലാക്കി അതെല്ലാം വാങ്ങിച്ച് വഴിയെ പോകുന്നവർ കണ്ടത് ആകർഷിച്ച് വാങ്ങിത്തക്കൊണ്ടതെല്ലാം വഴിയിൽ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് പോകുന്നവരെല്ലാം ആകർഷിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു വ്യാപാരിയുടെ ബന്ധപ്പാട് നമ്മൾ കടയുടെ മുമ്പിലോട്ട് നോക്കി എല്ലാം മനോഹരമായ സാധനം അടുക്കി പെറുക്കി ഇങ്ങനെ ഇതിലേ പോയാലും കാണാതെ പണം വെച്ചിരിക്കുക. അന്നൊന്ന് കണ്ടുകളയാന്നുണ്ട് വരുമ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു, വാങ്ങിക്കുന്നു. ഇങ്ങനെ ആവശ്യക്കാരെ ആകർഷിക്കത്തക്ക തരത്തിൽ ഒരു വ്യാപാരി തൻ്റെ സാധനങ്ങൾ വൃത്തിയാക്കി മനോഹരമാക്കി ഭംഗിയാക്കി ആകർഷകമാക്കി പ്രദർശിപ്പിക്കുന്നു. അത് ആവശ്യക്കാർക്ക് അതിനോട് ആഗ്രഹം വരുന്നു, ആവശ്യം വരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഇതുപോലെ നമ്മുടെ ധ്യാനമന്ദിരവും നമ്മുടെ സഭാജീവിതവും നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതവും എല്ലാം നമ്മുടെ ലോകത്തെക്കാൾ വിലയുള്ള ജീവിതം മുടക്കി ആർജിക്കേണ്ടതായ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും നേടിയെടുക്കാനാണ്. നിത്യതയിൽ നിത്യരാജ്യത്തിൽ ആവശ്യമുള്ള 3 സാധനമാണത്. അത് മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാം ഇവിടെ നശിച്ചു പോകുന്നതാണ്. സ്വർഗത്തിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ, സ്വർഗത്തിലെ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ഈ 3 സാധനം വേണം. വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. ഈ 3 സാധനം കൊണ്ടാണ് ദൈവരാജ്യത്തിന് എല്ലാ സാധനവും ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവരാജ്യത്തിന് സകല സുഖസൗകര്യങ്ങളും
സകല നേട്ടങ്ങളും ഈ 3 സാധനത്തെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയമായ സമ്പത്ത്, കഴിവ്, വളർച്ച മുതലായവ ഇതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. എഡിഫിക്കേഷൻ അല്ലെങ്കിൽ ആത്മീയ വർധനം എന്ന് പറയുന്നത് ഇത് വർദ്ധിപ്പിക്കുന്ന വ്യാപാരമാണോ? ബുദ്ധിപൂർവ്വം വ്യാപാരം നടത്തിയില്ലേ നഷ്ടം വരുമെന്നൊക്കറിയാം. പക്ഷെ നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് പരിശോധിക്കുവാൻ തിരുവചന വെളിച്ചത്തിൽ നമുക്ക് മുമ്പ് വ്യാപാരം നടത്തിയിട്ടുള്ള വ്യാപാരികളുടെ ചരിത്രം പഠിച്ചാൽ നമുക്കിവിടെ തെറ്റുപറ്റിയെന്ന് മനസ്സിലാകാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം എങ്ങനെ വിശ്വാസികളുടെ പിതാവായി, അബ്രഹാം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തോടുകൂടെ ദൈവത്തിൻ്റെ കൽപ്പന ഉൾക്കൊണ്ട് അനുസരിച്ച് തൻ്റെ വീടിനെയും നാടിനെയും വിട്ടു. കാണിപ്പാനിരിക്കുന്ന ദേശം ഏതാണെന്ന് അറിയാൻ പാടില്ലെങ്കിലും പറഞ്ഞ ആളിനെ വിശ്വസ്തനായതുകൊണ്ട് പറയുന്നിടത്തോടങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചെങ്കിൽ ഇറങ്ങി അങ്ങ് തിരിക്കുക. അങ്ങനെയാണ് അബ്രഹാം 100-ാമത്തെ വയസ്സിൽ ഇസാക്കിനെ പ്രാപിച്ച് അങ്ങനെ ഇസ്രായേൽ മക്കളുടെ എല്ലാം പിതാവായി ഇന്നും അറിയപ്പെടാൻ കാരണം വിശ്വാസം എന്ന് പറയുന്ന ആ വലിയ സമ്പത്ത് സമ്പാദിക്കാൻ അബ്രഹാം മുടക്കിയത് എന്തൊക്കെയാണ്? തനിക്കുണ്ടായിരുന്നത് മുഴുവൻ മുടക്കി. ദൈവം മാത്രം മതിയെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞ വചനത്തെ മാത്രം കയറി പിടിച്ചു, ബാക്കിയുള്ള മുഴുവൻ ഉപേക്ഷിച്ചു. അപ്പോൾ വ്യാപാരിയുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ് ആദ്യം ഉണ്ടാകുന്നത്. തനിക്കുള്ള സമ്പത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാക്കി അങ്ങ് മാറ്റുക, അത് വാങ്ങിക്കാൻ ആൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് മുടക്കിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ദൈവ പദ്ധതി എന്താണെന്ന് മനസ്സിലായെങ്കിലേ നമ്മുടെ ജീവൻ ദൈവപദ്ധതി പ്രകാരം മുടക്കാൻ തോന്നുകയുള്ളൂ. വേദോത്സവം ശരിക്കും വായിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയാൻ സാധിക്കുള്ളൂ. നടന്ന പദ്ധതി ഏത്, പൂർത്തീകരിക്കാത്ത പദ്ധതികൾ ഏത്, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര, ഇന്നത്തെ ഏറ്റവും ആവശ്യമുള്ള പദ്ധതി ഏതാണ്, ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ അങ്ങനെ വളരെ ബുദ്ധിപൂർവം നമ്മുടെ ജീവനും ശക്തിയും സമയവും ചെലവഴിച്ച് ലാഭകരമായി വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ലാഭം കൊയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ സ്വയപരിശോധന ചെയ്യുകയാണ്. വേദോത്സവത്തിൽ ഈ വ്യാപാരത്തിൽ നഷ്ടം വന്നവരും ലാഭം ഉണ്ടാക്കിയവരുടെയും കഥ നമ്മൾ പഠിച്ചാൽ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിൻ്റെ പാഠം പഠിക്കാം. വിജയങ്ങളിൽ നിന്ന് വലിയ വിജയത്തിലേക്ക് നമുക്ക് കുതിച്ചു വരാൻ സാധിക്കും എന്നുള്ള ആ മുഖവരിയോടുകൂടെ പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് പരാജയത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശീമോൻ പത്രോസും വേറെ 6 ശിഷ്യന്മാരും കൂടെ കൂടിയിരുന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ 2 പ്രാവശ്യം കണ്ടവരാണ്. അത് തോമാസിയ മാത്രമേ 1 പ്രാവശ്യം കണ്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ 2 പ്രാവശ്യം കണ്ടവരാണ്. തോമാസിയ കണ്ടവരുടെ സാക്ഷ്യം കേട്ടയാളാണ്. 1-ാമത്തെ കാഴ്ചയുടെ സാക്ഷ്യം കേട്ടിട്ട് വിശ്വസിച്ചില്ല. 2-ാമത്തെ കാഴ്ചയിൽ നേരിട്ട് കണ്ടു തൊട്ടു വിശ്വാസിയായി. പക്ഷെ അത് കഴിയുമ്പോൾ ഈ കർത്താവ് അപ്രത്യക്ഷമാകുക, അതെന്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഈ ആത്മീയ മണ്ഡലത്തിലുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യബോധം, ദൈവത്തിൻ്റെ ദർശനം, അനുഗ്രഹങ്ങൾ ഇവ ഉള്ള സമയമുണ്ട്, ഇല്ലാത്ത സമയമുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. സൂര്യൻ്റെ കാര്യവും അത് തന്നെയാണ്. സൂര്യൻ നല്ലതാണ്, അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ ജീവിക്കാനൊക്കെ ഇരുട്ടാണെന്നുണ്ട് നമുക്കറിയാം. പക്ഷെ സൂര്യൻ്റെ സ്വഭാവം എന്നാ? രാവിലെ വരും, നട്ടുച്ചയ്ക്ക് മുകളിൽ നിൽക്കും, സന്ധ്യയ്ക്ക് അങ്ങ് പോവും. ഒരു മടിയില്ല പോകാൻ. പിന്നെ സൂര്യൻ ഇല്ലാത്ത രാത്രി കിടന്ന് വിഷമിക്കുക നമ്മൾ. അപ്പം സൂര്യൻ്റെ ഈ സ്വഭാവം തന്നെയാണ് നീതി സൂര്യനായ യേശുവിൻ്റെ സ്വഭാവം. ഇങ്ങനെ വന്നും പോയും നിൽക്കും. വരവിനെയും പോകിനെയും ശരിക്കും ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ രാത്രി മാത്രം ചെയ്യാവുന്ന പണികളുണ്ട്. പകൽ ചെയ്യുന്നതിൻ്റെ ബാക്കി പണി രാത്രിയിൽ ഇരുട്ടത്തും ചെയ്യാം, വിളക്ക് കത്തിച്ച് വെച്ചും ചെയ്യാം. അങ്ങനെ സൂര്യനെ ഈ പ്രകൃതി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? സൂര്യൻ്റെ വരവിനെയും പോക്കിനെയും പ്രകൃതി ശരിക്കും മുതലെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മുതലെടുക്കുന്നുണ്ടോ? അപ്പോൾ നീതിയും സൂര്യനായ ദൈവം നമ്മളിൽ ഉദിക്കുകയും ശോഭിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട്. ദൈവസാന്നിധ്യം ഒട്ടും തിരിച്ചറിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവം ഇല്ലാഞ്ഞിട്ടല്ല, തിരിച്ചറിയാൻ പറ്റമാണ്. രാത്രിയിൽ നമുക്ക് സാധനങ്ങൾ കാണാനൊക്കുന്നില്ലെങ്കിൽ ഇല്ല എന്നല്ല, ആ സാധനം അവിടെയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ കാണാൻ മേലെന്ന് മാത്രം. അതിനെ വിളക്ക് കത്തിച്ച് നോക്കുന്നത്. അപ്പം ദൈവവും ദൈവസാന്നിധ്യവും ആത്മീയ മണ്ഡലത്തിലെ സത്യങ്ങളും
എന്നും നിത്യമായിട്ടുള്ളതാണ്. പക്ഷെ നമുക്കത് കാണാനോ കേൾക്കാനോ എന്നും സാധിച്ചെന്ന് വരികയില്ല. കാണാനും കേൾക്കാനും അനുഭവിക്കാൻ അറിയുന്ന ലാത്തിനത് കൈക്കലാക്കിക്കോണം, അതിനെ സേവ് ചെയ്തിട്ടേക്കണം. അപ്പോഴേ ഇല്ലാത്തപ്പോഴത്തെ സാഹചര്യം പ്രയോജനപ്പെടുത്താനൊക്കെ ഉള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ പലതും ടൈപ്പ് ചെയ്ത് പല കാര്യങ്ങൾ എഴുതുകയും കണക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ സേവ് ചെയ്യാൻ മറക്കരുത്. കമ്പ്യൂട്ടർ ഓഫ് ചെയ്താൽ സേവ് ചെയ്തിട്ടില്ല, അതങ്ങ് പോകും. അപ്പോൾ അതുപോലെ ഈ പകൽ സമയത്ത് അല്ലെങ്കിൽ ദൈവസാന്നിധ്യ ബോധത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളും സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്തിട്ടാൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ ഒക്കാത്തപ്പോഴും ആ സേവ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അതൊരു ഓർമ്മയാണ്, അതൊരു ബുദ്ധിയാണ്, അതൊരു പരിജ്ഞാനമാണ്. പലരും അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും കൃത്യസമയത്ത് ഓർച്ച ചെയ്താൽ മാത്രമേ ഈ വ്യാപാരത്തിൽ വിജയം ലഭിക്കൂ എന്നുള്ള കാര്യം ഓർപ്പിക്കണം. പത്രോസിനെ സംബന്ധിച്ച് 3.5 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്നു. പിതാവിൻ്റെ വെളിപ്പാടിൽ വിശ്വാസിയായിട്ട് വിശ്വാസം ആരംഭിച്ചു. എന്നാൽ പിശാച് ആ വിശ്വാസം കളഞ്ഞ സാഹചര്യങ്ങളുണ്ട്. അത് അല്പവിശ്വാസമായിട്ട് മാറി. യേശുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യങ്ങൾ വന്നു. ഇങ്ങനെ പല വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നതാണ് പത്രോസിൻ്റെ വിശ്വാസ ജീവിതം. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ 1 പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യവും കണ്ടു. അതിനുശേഷം ഒരു ഇൻ്റർവെൽ, 2 പ്രാവശ്യം കണ്ട യേശുവിനെ പിന്നെ കാണാനില്ല, അങ്ങ് മറന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ബോറടിക്കുന്ന സമയം നമുക്ക് വരാം. പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല, ബോറടിക്കുന്നു, സ്നേഹം തോന്നുന്നില്ല ആരോടും, അരിശം വരുന്നു, ഒരു സ്വസ്ഥതയില്ല, എന്തിനാ ജീവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല, അത് വിഷമിക്കുന്ന സാഹചര്യം നമുക്ക് വരാം. ആ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ശിമോൻ പത്രോസിന് ഒരു കുടുംബജീവിതക്കാരൻ, ഭാര്യയുണ്ട്, അമ്മായിയമ്മയുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, മീൻപിടുത്തം എന്ന് പറഞ്ഞ തൊഴിലും ഉണ്ടായിരുന്നു. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ 2 പ്രാവശ്യം കണ്ടതിന് ശേഷം ഇപ്പം ആരും ഇല്ലെന്ന് തോന്നുക. കർത്താവ് വന്നേച്ചങ്ങ് പോയി, ഇനി എപ്പം വരുമെന്നൊന്നും പറഞ്ഞുമില്ല. മനുഷ്യനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചത്, മനുഷ്യനെ പിടുത്തമില്ല, മീൻപിടുത്തവും ഇല്ല. എന്നാൽ പിന്നെ പഴയ മീൻപിടുത്തെങ്കിലും തുടങ്ങിയാലെന്താ എന്നങ്ങ് തോന്നുക. പണ്ട് മീൻപിടുത്തം നിർത്തിയിട്ട് മനുഷ്യരെ പിടിക്കുന്നവനാകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാ. 3.5 കൊല്ലം കഴിഞ്ഞിട്ടും മനുഷ്യരെ പിടുത്തം തുടങ്ങിയിട്ടില്ല, മീൻപിടുത്തം അങ്ങ് പോവുകയും ചെയ്തു. കർത്താവിനെ ഒട്ട് കാണാനുമില്ല. അപ്പോൾ സ്വയമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുക. മടുക്കുന്ന സാഹചര്യങ്ങൾ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെട്ടവർ നമ്മൾ അകന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത നിസ്സഹായ അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ സ്വയമായ ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാകും. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത്. അത് അപകടകരമായ ഒരു സാഹചര്യമാണ്. ആ സമയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവിടെയാണ് എല്ലാവരും നമ്മൾ വ്യത്യാസം വരുന്നത്. ആ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് ആത്മീയ മണ്ഡലത്തിലെ വളർച്ചയും തളർച്ചയും വീഴ്ചയും ഉയർച്ചയും എല്ലാം വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പത്രോസ് ശ്ലീഹായ്ക്ക് കർത്താവിനെ കാണാനില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇനി എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, ജീവിക്കണ്ട, എന്തെങ്കിലും ചെയ്യണ്ട, എങ്ങനെയാണ് ചുമ്മാ ഇരിക്കുന്നത്. മടുത്തിട്ട് പത്രോസ് അങ്ങ് തോന്നുക, എന്നാൽ പിന്നെ മീൻപിടുത്തം അറിയാവുന്നൊരു പണി അങ്ങ് ചെയ്തേക്കാം അങ്ങ് തോന്നുക. അപ്പം നമ്മുടെ പഴയ പരിചയങ്ങൾ, പഴയ ഓർമ്മകൾ, പഴയ ബന്ധങ്ങൾ, പഴയ സാഹചര്യങ്ങൾ നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പാഠത്തിനകത്തുണ്ട്. ശീമോൻ പത്രോസിനെ മീൻ പിടിക്കണമെന്ന് തോന്നൽ വന്നപ്പോൾ ആ തോന്നലിനെ പ്രാർത്ഥനയാക്കാമായിരുന്നു. പ്രാർത്ഥിക്കാൻ മറന്നുപോയി. ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചതാ. കർത്താവ് ആ മാതൃക കാണിച്ചു കൊടുത്തതാണ്. കർത്താവ് വെളുപ്പിനെ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടിട്ടുണ്ട്, സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കയറി പോകുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിലാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് കാണിച്ചു കൊടുത്തെങ്കിലും, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നവരെ അപേക്ഷിച്ചിട്ട് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തെങ്കിലും അതൊന്നും ഇവിടെ പ്രയോജനപ്പെടുന്നില്ല. പത്രോസിന് വേണമെങ്കിൽ ആ സമയത്ത് സ്വർഗത്തിലെ പിതാവിനോട് പറയാമായിരുന്നു, പിതാവേ നീ നിൻ്റെ മകനെ ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ 3.5 കൊല്ലം കൂടെ നടന്നു, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നൊരു മോനാക്കും.
വന്നേച്ച് പോയി. ഇനി എന്നാ വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനും പാടില്ല. പിതാവ്, എനിക്ക് ഇങ്ങനെ തോന്നുക, പഴയ എനിക്കറിയാവുന്നൊരു പണിയാണ് മീൻപിടുത്തം. നിന്റെ മോൻ വന്ന് മനുഷ്യരെ പിടിക്കുന്നവനാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് അറിഞ്ഞും കൂടാ. എനിക്ക് ആരെയും നേടാൻ കഴിഞ്ഞിട്ടുമില്ല. ഞാനാണെങ്കിൽ ഒരു വേലക്കാര്യത്തിന് അവനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയേണ്ടതായിട്ടും വന്നു. ഇതൊക്കെയാണ് എൻ്റെ സ്ഥിതി. എൻ്റെ പഴയ സ്നേഹവും പോയി, വിശ്വാസവും പോയി, ബോറടിക്കുന്നു. എങ്ങനെയും ജീവിക്കണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ. അതുകൊണ്ട് എനിക്ക് മീൻ പിടിക്കണമെന്നാണ് തോന്നുന്നത്. അപ്പച്ച, എനിക്കിത് നല്ല ആലോചന തരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അപ്പച്ചൻ നല്ല ആലോചന എപ്പോഴാണ് ആലോചന കിട്ടുന്നുള്ള 32 സങ്കീർത്തനക്കാരൻ വരെ പഠിപ്പിച്ചു. ഇവരെല്ലാം സങ്കീർത്തനം വായിക്കുന്നവരാ. കർത്താവ് മാതൃക കാണിച്ചതാ. സങ്കീർത്തനം എല്ലാ യഹൂദന്മാരുടെയും മനഃപ്പാഠമാക്കുവാൻ അവരിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്ന വേദഭാഗമാണ് സങ്കീർത്തനങ്ങൾ. അപ്പോൾ പത്രോസിനെ ബോറടിച്ചപ്പോൾ പത്രോസിന് പ്രാർത്ഥിക്കാൻ തോന്നിയിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താ തോന്നിച്ചേനെ? 32 സങ്കീർത്തനത്തിൽ 8-ാം വാക്യമോ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ചതിനൊക്കെ ആലോചന പറഞ്ഞു തരും. അതിനെന്താ വ്യവസ്ഥ? കർത്താവ് ഇപ്പോൾ എനിക്ക് ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരണമെങ്കിൽ എന്നാ ചെയ്യണം? അപ്പം സങ്കീർത്തനം 32:1 വരും. ഏത് ഭാഗ്യമുള്ളവർക്കായി ആലോചന കിട്ടുന്നത്? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടണം. ലംഘനം ക്ഷമിച്ചോ പാപം മറിച്ചും കിട്ടുന്ന ആർക്കാ? ലംഘനം ക്ഷമിക്കുക ഏറ്റു പറയുന്നവർക്കാ. ഏറ്റു പറഞ്ഞ് പാപക്ഷമ കിട്ടി പ്രാണൻ അവൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുമ്പോഴാണ് ആലോചന കിട്ടുന്നത്. അപ്പോൾ പത്രോസ്, എനിക്കെന്താ ഇപ്പം ബോറടിച്ചത്? മടുപ്പ് വന്ന എന്താ? എൻ്റെ മേൽ ചില പാപങ്ങൾ കിടപ്പുണ്ട്. ഇപ്പം എന്നെ ആരും ഒന്നും മിണ്ടാത്തത്. കർത്താവ് വന്നേച്ചങ്ങ് പോയത് തന്നെ. പിതാവ് എന്നെ എന്നോടൊന്നും മിണ്ടാത്തത്. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കൊരു നിർദ്ദേശം കിട്ടാത്ത എന്നാ ഞാൻ ബോറടിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇപ്പം മീൻ പിടിക്കണമെന്നാണ്. ആ തോന്നൽ വേണമെങ്കിൽ പിതാവിനോട് പറയാമായിരുന്നു. പിതാവേ, എനിക്കിപ്പോൾ തോന്നുന്നു മീൻ പിടിക്കാൻ പോകണമെന്നാണ്. പക്ഷെങ്കിൽ അത് ശരിയാണോ? അത് ആവശ്യമാണോ? അത് തന്നെയാണോ ചെയ്യേണ്ടത്? നിന്റെ പുത്രനെ ഞങ്ങൾക്ക് തന്നു, അവന് വന്നും പോയൊക്കെ നിൽക്കുന്നു, നിന്റെ കാര്യമല്ല. ഇതെല്ലാം വേണമെങ്കിൽ പ്രാർത്ഥനയിൽ കൂടി അങ്ങോട്ട് പറയാമായിരുന്നു. പ്രാർത്ഥനയിൽ കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു ബോറടി വരാൻ കാരണം എൻ്റെ യേശുവിനോടത്തുള്ള ജീവിതം അത്ര വിജയകരമല്ലായിരുന്നു. ഏതാ? ഞാൻ അവനെ പൂർണ്ണമായി വിശ്വസിച്ചില്ല. വെള്ളത്തിൽ താഴുന്ന അല്പവിശ്വാസം എനിക്കുണ്ടായി. തള്ളിപ്പറയുന്ന അവിശ്വസ്തതയും സ്നേഹക്കുറവും അത്യാഗ്രഹവും എനിക്ക് വന്നു. അതെല്ലാം ക്ഷമിക്കണം പിതാവേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ കാര്യത്തിൽ പാപിയാണ്. കർത്താവ് വന്നിട്ടങ്ങ് പോയത് ഈ പരിഭവം കൊണ്ടാണോ? ഇതൊന്ന് ബോധ്യപ്പെടുത്താനാണോ എന്നൊക്കെയുള്ളതായ ആ സംശയം ഒരു പ്രാർത്ഥനയായി മാറിയിരുന്നെങ്കിൽ, ഒരു അനുതാപ പ്രാർത്ഥനയായി മാറിയിരുന്നെങ്കിൽ, സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞേനെ, മോനെ, നീ ഇപ്പം പഴയ മീൻപിടുത്തത്തിനല്ല പോകേണ്ടത്. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കും. അവൻ ഇനിയും വരും, നിങ്ങളെ കാണാനായിട്ട് ഇനിയും വരും. അത് നിങ്ങൾ അങ്ങനെയൊന്നും മാറിയാൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഒരു ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ. അങ്ങനെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുണ്ട്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില പോക്കുകളും വരവുകളൊക്കെ കാണും. എന്താ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? പ്രതീക്ഷിക്കാത്ത ചില വരവുകൾ, പ്രതീക്ഷിക്കാത്ത ചില പോക്കുകൾ. പോവുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി വരിക. അതൊക്കെ എന്തിനാ? ടെസ്റ്റുകളാണ് ഇതൊക്കെ. അതൊക്കെ അറിഞ്ഞ് അതിനെ പാസ്സായെങ്കിൽ ബന്ധം പുതുക്കാനൊക്കെ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് ഇവർക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് അറിയാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട് എന്നിട്ടങ്ങ് പോവുക. ആ ഇടവേളയിൽ അവർ എന്നാ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി മാറി നിന്ന് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ വീട്ടിലും എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട്. ആരെല്ലാം ഇവിടെ വരുന്നു, എന്തിനെല്ലാം വരുന്നു, എന്തെല്ലാം നിങ്ങളുടെ മനസ്സിലിരിപ്പെന്നൊക്കെ അറിയാവുന്നവരുണ്ട് ഇതിനകത്ത് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കണം ആരൊക്കെ ഏതൊക്കെ ഉദ്ദേശത്തോടെയാണ് വരുന്നത്, എന്തൊക്കെയാ മനസ്സിലിരിപ്പ്, എന്തൊക്കെയാ ഉദ്ദേശങ്ങൾ, എന്തൊക്കെയാ പ്ലാനുകൾ എന്നൊക്കെ ഇതൊക്കെ നിരീക്ഷിക്കുന്നവരും പരീക്ഷിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ കണ്ണ് സൂര്യനേക്കാൾ എത്ര മടങ്ങ് വലുതാന്നാണ് പറഞ്ഞത്. ആ അനേകം മടങ്ങ് പ്രകാശമുള്ളത് ഏത് അന്ധകാരത്തിലും ഏത് രാജ്യത്തും ഏത് കുഴിയിലും ഏത് ഗുഹയിലും കടന്നു ചെല്ലുന്നതാണ് കർത്താവിൻ്റെ കണ്ണ്. ഇതൊക്കെ പത്രോസ് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. പത്രോസ് അതൊന്നും ഓർമ്മ വന്നില്ല. ഇപ്പോൾ ഞാൻ ഏകനായിരിക്കുന്നു, എനിക്ക് അസ്വസ്ഥന ഉണ്ട്. പിതാവേ, നീ ഇത് അറിയുന്നുണ്ടല്ലോ, നീ അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി ലോകത്തിൽ അവതരിച്ച് പുത്രൻ വന്നിട്ടങ്ങ് മാറിയെന്നേ ഉള്ളൂ. അദൃശ്യനായ എൻ്റെ കൂടെയുള്ള പിതാവേ, എൻ്റെ സങ്കടം ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ആലോചന എനിക്ക് തരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏത് പാപമാണ് ഞാൻ ഏറ്റു പറയേണ്ടത്?
അപ്പോൾ പത്രോസിന് വേണേൽ പറയാമായിരുന്നു, കർത്താവേ, ഞാൻ നിന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, ഞാൻ അല്പവിശ്വാസിയായി വെള്ളം കണ്ടപ്പോൾ താഴോട്ട് താണുപോയി. തന്നെയല്ല, കർത്താവ് ഉടനെ രാജാവായിട്ട് എനിക്കൊരു പ്രധാനമന്ത്രിയാകണമെന്ന് എനിക്ക് ആശ ഉണ്ടായിരുന്നു. അതും നടക്കുന്നില്ലാത്ത നിരാശ എനിക്കുണ്ട്. ഈ ആളിനെ എങ്ങനെ വിശ്വസിക്കാനൊക്കെ? ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരികയും പോവുകയും ചെയ്യുന്ന ആളിനെ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് ഒത്തിരി അങ്കലാപ്പുകൾ എനിക്കുണ്ട് പിതാവേ, ഇതൊക്കെ എങ്ങനെയാണ് തീർക്കുന്നതെന്ന് പറഞ്ഞ് അന്ന് രാത്രി മുഴുവനും മാറിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, പാഴ്പണിക്ക് പോകാതെ അവരാ മുറിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, കർത്താവിന് 3ാമത്തെ വരവ് വേണമെങ്കിൽ ആ മുറിയിലാക്കാമായിരുന്നു. ഈ കടൽ തീരത്തെ വരവ് വേണമെങ്കിൽ മുറിയിലോട്ട് വേണേൽ മാറ്റാമായിരുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. ഇവർ പാഴ്പണിക്ക് പോയപ്പോൾ കർത്താവ് അവിടെ കുറേ നടക്കുക, അവരുടെ പാഴ്പണിയുടെ പരിപാടി തീരുന്നിടം വരെ കടൽ തീരത്ത് മാറി നിന്നുകൊണ്ട് അവരൊന്നും പിടിക്കാതെ വിശന്നു വരും, തളർന്നു വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കി. രഹസ്യമായി മാറി നിൽക്കുന്ന യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടാനും തിരിച്ചറിയുവാനും ആ രാത്രി അധികം പ്രയോജനപ്പെടുത്തി. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒത്തിരി അബദ്ധങ്ങളുണ്ടാകാം. അങ്ങനെയാണ് നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോകുന്നത്. പ്രാണന്റെ വീണ്ടെടുപ്പാനുള്ള വിഷയം സ്വയത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന പരിപാടി പ്രാണനെ പാതാളത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 49-ാം സങ്കീർത്തനം 13-ാം വാക്യം. അപ്പോൾ പത്രോസ് അന്ന് രാത്രി ചെയ്തത് സ്വയത്തിൽ ആശ്രയിച്ചുള്ളൊരു പരിപാടിയായിരുന്നു. ദൈവത്തോട് ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. തൻ്റെ പഴയ പരിചയം വെച്ചുകൊണ്ട് സ്വയത്തിനകത്ത് പിശാചുണ്ട്. അപ്പോൾ സ്വയവും പിശാചും കൂടെ കൂടി, അല്ലെ സ്വയത്തിലെ പിശാചും പത്രോസും കൂടെ കൂടിയാണ് ആ പരിപാടി തയ്യാറാക്കിയത്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഞാനിനകത്ത് ആരുണ്ടായിരുന്നു? പിശാചുണ്ടായിരുന്നു. ആ പിശാചാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അപ്പം അങ്ങനെ 49-ാം സങ്കീർത്തനം 13-ാം വാക്യം അവിടെ നിവൃത്തിയായി. എന്താ അങ്ങനെയാണ്? ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അപ്പം അനന്തരവരെ കൂടെ പോയത്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകും. അനന്തരവർ എന്നാ പറഞ്ഞു? കൂട്ടുകാരെ, ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 7 പേര് സ്വയാശ്രയത്തിൽ പാഴ്പണി നടത്തി. ആ രാത്രിയിലെ പ്രാണൻ മുഴുവൻ എവിടെ പോയി? പാതാളത്തിൽ പോയി. അപ്പം സ്വയത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരും കൂടെ കൂടി ചെയ്തും പറഞ്ഞും കൂട്ടിയ കാര്യത്തിൽ ഫലമായി എത്ര ദിവസത്തെ എത്ര രാത്രികളിലെ പ്രാണൻ എവിടെയെല്ലാം കിടപ്പുണ്ടായിരിക്കും. തപ്പിപ്പിടിക്കണം. ആ പ്രാണനെ വീണ്ടെടുത്ത് യേശുവിൻ്റെ ഉള്ളിലാക്കിയാലേ പെന്തക്കോസ്ത് 100 ഇങ്ങനെ സ്വയപരിശോധന ചെയ്യാൻ വേണ്ടിയാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പത്രോസ് 49-ാം സങ്കീർത്തനം 13-ാം വാക്യപ്രകാരം സ്വയാശ്രയത്തിൽ പ്രാണൻ പാതാളത്തിൽ കളഞ്ഞു. തൻ്റെ സീനിയോറിറ്റി ഉപയോഗിച്ച് 6 പേരുടെ പ്രാണനും കൂടെ കളഞ്ഞു. 7 പേരുടെ പ്രാണനങ്ങ് പോയി. കേസ് പത്രോസിൻ്റെ പേരിലാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ പ്രേരണ കൊണ്ട് ആരെല്ലാം സ്വയാശ്രയത്തിൽ പാതാളത്തിൽ പോയിരിക്കുന്നു കേസ് എടുത്തോണ്ട്. അങ്ങനെ ഒത്തിരി കേസ് തീരാൻ കാണും. ആ കേസ് തീർന്നാലേ ദൈവം നമുക്ക് ആലോചന തരുള്ളൂ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ ഒരു മറുപടി ഇല്ലാതെ സ്ക്രീൻ ബ്ലാക്കായിട്ട് കിടക്കുന്നതിൻ്റെ അർത്ഥം എന്നാണ്? ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പോകാഞ്ഞതിൻ്റെ കേസ് കിടപ്പുണ്ട്, ബ്ലാക്കാണ്. ദൈവം നമ്മളോട് ഒന്നും മിണ്ടുന്നില്ല, പിണങ്ങിയിരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ പിതാവായ ദൈവതമ്പുരാനെ പിണക്കിയ എന്തെല്ലാം സ്വയാശ്രയത്തിലെ വാക്കും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ട്, അതെല്ലാം എണ്ണി പറഞ്ഞ് കരയണം. പത്രോസ് അന്ന് രാത്രിയിൽ ഈ പണിക്ക് പോകാതെ നീ എന്നോട് സംസാരിച്ച് എനിക്ക് നടത്തിപ്പ് തരുന്നവർ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്ക് ഇറങ്ങും പോകണ്ട, ബോറടിച്ച് ചാവട്ടെ, എന്നാ എവിടെയും നടക്കട്ടെ, എനിക്ക് എന്നെ തലയാണ് എൻ്റെ കർത്താവിനോടൊന്ന് പരിഗണിച്ച ആ തലയായ കർത്താവിനെ തന്ന പിതാവില്ലോ എന്നോടൊന്ന് പറയണം. അല്ല ഏതെങ്കിലും പ്രവാചകന്മാരെന്ന് വന്നതിനോട് സംസാരിക്കണം. ഏലിയാവോ ഏലീശായോ ഏതെങ്കിലും പ്രവാചകന്മാർ വന്ന് എന്നാ ചെയ്യണം തന്നെ. ഇതാരും ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ പിന്നെ എനിക്കൊന്നും ചെയ്യണം, ഇവിടെ ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ സ്വയത്തിൽ ആശ്രയിച്ച് ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്നേഹം നമുക്കുണ്ടോ? ആ കാത്തിരിപ്പില്ലാതെയും ആ സ്നേഹമില്ലാതെയും ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം പിശാചിന് നമ്മുടെ പ്രാണനെയും കൊണ്ട് പാതാളത്തിലേക്ക് പോകാൻ അവസരം നമ്മൾ കൊടുക്കുകയായിരുന്നു. പത്രോസ് പിന്നെ എങ്ങനെയാണത് വീണ്ടെടുത്തത്? പത്രോസിനെ കൊതി തീരെ മീൻ പിടിപ്പിച്ച് നിങ്ങൾ പിടിച്ചവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അവരെ പരാജയബോധം ഉണ്ടാകുന്നവർക്ക് അംഗീകാരബോധവും സ്നേഹബോധവും സംരക്ഷണബോധവും കൊടുക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞെടുത്ത് വലവേശിപ്പിച്ച് മീൻ കൊണ്ടുവന്ന് അവർ പിടിച്ച മീനും കർത്താവ് കൊണ്ടുവന്ന മീനും രണ്ടും കൂടെ ചേർത്ത്
ഒരു നല്ല വിരുന്നുണ്ടാക്കി. സന്തോഷമായി, കുറ്റബോധമായി. നീ എന്നെ വിട്ടേച്ച് പോയെന്ന് പത്രോസിനോട് ചോദിച്ചോ? സ്നേഹിക്കുന്നോന്നേ ഞാൻ ചോദിച്ചു. സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളാണ് എന്നാ പറയും, നിന്റെ സ്നേഹം എന്നാ പോയത് എന്ന് ചോദിച്ച് നമ്മൾ കളിയാക്കാൻ തുടങ്ങും. എന്നോട് ചോദിക്കാതെ എന്തിനാ പോയത്? ഇതൊന്നും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. ഇതാ നഷ്ടപ്പെട്ടു പോയവരെ നേടാനുള്ള വിദ്യയായി പറയുന്നത്. അവരെ അംഗീകരിക്കുക, സ്നേഹിക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്നേഹിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, മുറിപ്പെടുത്താതിരിക്കുക. അങ്ങനെ അവർ പോയെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പോകാൻ പോട്ടെ, അതിൻ്റെ ഗുണമെന്ന് തൊട്ട് അവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം അത്രയും ക്ഷമ നമുക്കും ഉണ്ടെങ്കിൽ നേടാനൊക്കെ ഉള്ളൂ. ഭർത്താവോ ഭാര്യയോ മക്കളോ മരുമക്കളോ ബന്ധുക്കളോ ഇവരൊക്കെ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പലതും ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ഒത്തിരി വിഷമമുണ്ടാക്കാൻ സാധ്യത. എല്ലാം സ്നേഹമുള്ളവർ കാത്തിരുന്ന്, അവർക്ക് ബോധ്യമാകുന്നവരെയും കാത്തിരുന്ന് അവരെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കും, നമ്മളല്ല പറയേണ്ടത്. അപ്പോഴും നമ്മളവരെ സ്നേഹിക്കുന്നതും തെളിയിക്കണം. അപ്പോൾ ഈ ശിഷ്യന്മാർ സ്വയാശ്രയത്തിൽ പാതാളത്തിൽ പ്രാണനെ കളഞ്ഞ് വാഴ്വണിയും നടത്തി ക്ഷീണിച്ച് തളർന്ന് കരയ്ക്ക് വരുമ്പോഴാണ് അവിടെ ഇതാ ഒരാളിരിക്കുന്നു. ഇതാരാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഈ യേശുവിനെ ആദ്യം തിരിച്ചറിഞ്ഞതാരാ? യോഹന്നാനാണ്. അത് നമ്മുടെ കർത്താവാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് എന്നാ മനസ്സിലാകാഞ്ഞു? യേശുവിനെ ഏറ്റവും പരിചയമുള്ള ആർക്കാ? യോഹന്നാൻ. അപ്പോൾ യേശുവിനെ ഏറ്റവും അധികം പരിചയമുള്ളവർക്ക് മാത്രമേ നമ്മൾ അകന്നു പോയി കഴിയുമ്പോൾ തിരികെ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കാനൊക്കെ ഉള്ളൂ. കൂട്ടിൻ്റെയും കൂട്ടായ്മയുടെയും ഗുണം അതാണ്. നമ്മളെക്കാൾ യേശുവിനെ പരിചയമുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വീണുപോയാലും അകന്നു പോയാലും അവരുടെ സാക്ഷ്യം കൊണ്ട് നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ സാധിക്കും. അതുകൊണ്ടാണ് കൂട്ടായ്മ ആചരിപ്പാനും നന്മ ചെയ്യുവാനും മറക്കരുത്. അതെവിടെ എഴുതിയിരിക്കുന്നത്? എബ്രായർ 13 അപ്പോൾ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കാതിരിക്കാമെങ്കിൽ നമ്മൾ അഥവാ ശകലം പിന്മാറിയാലും ആരെങ്കിലും നമ്മളെ പിന്നെ വലിച്ചടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. നമ്മളെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കൂട്ടും കൂട്ടായ്മയും നല്ലതാണെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. യോഹന്നാന്റെ കൂട്ടായ്മയാണ്, സാന്നിധ്യമാണ് പത്രോസിനെ യേശുവിനെ തിരിച്ചറിയാൻ സഹായിച്ചത്. ഉടനെ തന്നെ പത്രോസ് ചാടി ഓടി കർത്താവിൻ്റെ അടുത്തേക്കാണ്. ഒന്നും പിടിച്ചില്ലെന്ന കാര്യം കർത്താവിനറിയാം. എന്താ പിടിക്കാഞ്ഞെന്നല്ല ചോദിച്ചത്, കുഞ്ഞുങ്ങളെ വല്ലതും ഉണ്ടോ? അവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ എന്താ കാരണം? പത്രോസിന് എത്ര വയസ്സാണ്? മധ്യവയസ്സ് 50 വയസ്സിനുള്ളിലെങ്കിലും കാണില്ലേ? യോഹന്നാൻ എത്ര വയസ്സ് കാണും? ഒരു 20-25 എങ്കിലും കൂട്ട്. ഇവരെല്ലാം യൗവനം തൊട്ട് മുകളിലോട്ടുള്ളവരാ. അവരെ വിളിച്ച പേരെന്നാ? കുഞ്ഞുങ്ങൾ. കർത്താവ് അവരെ സഹിക്കുകയും വഹിക്കുകയും ചെയ്തതിൻ്റെ സൂചനയാണ്. അപ്പം നമ്മളിലെ അപക്വതയുള്ള വശം തിരിച്ചറിഞ്ഞ് അതും കൂടെ വഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ നേടാനൊക്കെ ഉള്ളൂ. പ്രായം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ വലിപ്പം കൊണ്ടൊന്നും പക്വത വരണമെന്നില്ല. ഈ പത്രോസും യോഹന്നാനും അന്ത്രയോസും ഒക്കെ പ്രായമുള്ളവരായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ബാലമനസ്സിലെ ഭോഷത്വം. എത്രാം വാക്യം? സദൃശവാക്യം 22:15 ആണോ? 12 ആണോ? ബാലമനസ്സിലെ ഭോഷത്വം എല്ലാവരുടെയും മനസ്സിൽ കുറേശ്ശെ കാണും. ഏറ്റക്കുറച്ചിലുണ്ട്. എത്ര പ്രായമായാലും ചില ഭോഷത്വങ്ങൾ നമ്മുടെ കൈ കാണും. എത്രാം വാക്യം? ബാലമനസ്സിലെ ഭോഷത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയപരിശോധനാ സഭയിലുള്ളൊരു ചോദ്യമാണ്. എൻ്റെ എത്രയാ? 22:15 ആണോ? 22:15 അത് മിഥ്യാബോധമാണോ? ബാലന്റെ ഹൃദയത്തോട് അതെത്ര വാക്യമാണ്? അപ്പോൾ സദൃശവാക്യം 22:15 ബാലമനസ്സിലെ ഭോഷത്വം ബാലന്മാർക്ക് മാത്രമല്ല, അമ്മമാർക്കും വല്യപ്പച്ചന്മാർക്ക് വരെ കാണും. ഇപ്പം ഇവിടെ ബൈബിൾ ക്ലാസ് ഒക്കെ പിള്ളേരവിടെ കളിച്ച് നടക്കുക. കാരണം അവർക്ക് ഇതിൻ്റെ അർത്ഥം അറിയാൻ പറ്റില്ല. അവർക്ക് കളിക്കുന്ന രസം അതൊരു ഭോഷത്വമാണ്. പക്ഷേ നമ്മളതിനെ ഇപ്പം നല്ല ശീലം പഠിപ്പിക്കാനൊക്കെ ഇതായാലും നമുക്ക് ശല്യം ഒഴിവാകാൻ പടിഞ്ഞാറോട്ട് മാറി അവർ കളിക്കുന്ന സൗകര്യമാണ്. അവരോട് കളിച്ചോട്ടെ, നടന്നോട്ടെ. അവരിപ്പോൾ ഇത് പഠിപ്പിക്കാനൊക്കെ ഇല്ല. എന്നാൽ നമ്മൾ ഇതുപോലെ ആയിരുന്നു എന്നുള്ളതായിരുന്നു പഠിക്കുന്നത്. നമ്മളിതുപോലെ കളിച്ച് നടന്നൊരു കാലമുണ്ട്, കുശൃതി കാണിച്ച കാലമുണ്ട്. അപ്പം നമ്മളെ സഹിക്കുകയും വഹിക്കുകയും ചെയ്തൊരു ഓർത്ത് നന്ദിയോടെ ഓർക്കാൻ, നമ്മളെ ആരോഗ്യവും സഹിക്കുകയും വഹിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ വളർന്നെന്നുള്ള ബോധത്തിൽ എല്ലാവരുടെ ഉള്ളിലെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ പഠിക്കണം. ദൈവരാജ്യത്തിൽ കയറുന്ന കുഞ്ഞുണ്ട്, ബാലമനസ്സിലെ ഭോഷത്തുള്ള കുഞ്ഞുമുണ്ട്. 2 തരം കുഞ്ഞുങ്ങൾ. ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ തിരിഞ്ഞ ശിശുവിനെ പോലെ ആകുന്ന അങ്ങനൊരു അവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരു ശിശുത്വം നമുക്ക് ആവശ്യമുണ്ട്. അപക്വത കൊണ്ടും അപാകത കൊണ്ടും വളർച്ചക്കുറവ് കൊണ്ടുള്ളതായ
ബാലിശം എന്ന ചൈൽഡ് ആൻഡ് ചൈൽഡിഷ് എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന 2 വാക്ക്. ചൈൽഡിഷ് ആൻഡ് ചൈൽഡ് ലൈക്ക്. ചൈൽഡ് ലൈക്ക് ആയാലേ എങ്ങനെയാ ദൈവരാജ്യത്ത് കയറാനൊക്കെ ഉള്ളൂ. ചൈൽഡിഷ് ആയാലോ കുസൃതിയുടെ ബഹളമായിരിക്കും. ഈ രണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണും. ചൈൽഡിഷ് ക്യാരക്ടർ ചൈൽഡ് ലൈക്കായിട്ട് മാറിയാൽ കുസൃതിയില്ല, അവരെ ദൈവരാജ്യത്തിൽ ഓടി കയറുന്നവരായിരിക്കും. അപ്പോൾ ഈ പിള്ളേർ ഓടി നടക്കുന്ന പോലെ ദൈവരാജ്യത്തിലോട്ട് ഓടി കയറിയാൽ അവരെ സ്വീകരിക്കാൻ സുഖത്തിൽ അപ്പച്ചനോട് തയ്യാറായിരിക്കും. അപ്പോൾ ഈ 12 ശിഷ്യന്മാർ ഒന്ന് നാശയോഗ്യനായി കിട്ടിയാന്ന് കത്തു. കർത്താവ് കയർ മുറിച്ച് താഴെയിടാനായിട്ട് പോയോ? അതെന്താ? ചില വീട്ടിലൊക്കെ ചില ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞു കേട്ട് വരുന്നവർ കയർ മുറിച്ച് താഴെ ഇടുക, എന്നിട്ട് പിന്നെയും ജീവിച്ചവരുണ്ട്. ഏതായാലും കർത്താവ് ഈ കയർ മുറിക്കാനൊന്നും പോയില്ല, കയർ തന്നെ അങ്ങ് പൊട്ടുകയായിരുന്നു. എന്താ കാര്യം? അവൻ രക്ഷപ്പെടാൻ ഒത്തിരി അവസരങ്ങൾ കൊടുത്തു. അവസാനം നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തോളാം എന്ന് പറഞ്ഞ് അഴിച്ചങ്ങ് കൊടുത്തു. അപ്പം അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് 3.5 കൊല്ലം ഈ ശിഷ്യന്മാർക്ക് കൊടുത്ത അവസരങ്ങൾ അവരെങ്ങനെ ഉപയോഗിച്ചു എന്ന് കർത്താവ് നോക്കിയിട്ട് യൂദായുടെ കച്ചവടം 100% നഷ്ടക്കച്ചവടമായിപ്പോയി. അവൻ്റെ കണക്ക് മുഴുവൻ തെറ്റി, ഉള്ളത് മുഴുവൻ പോയി. ഒരു നല്ല കയർ പോലും വാങ്ങിച്ച് ഒരു ഉദ്ദേശിച്ച പോലെ ത്യാഗം പോലും ഒത്തില്ല. കണക്കുകൾ മുഴുവൻ തെറ്റിയതാണ് അവൻ്റെ സ്വയാശ്രയം, അവൻ്റെ അത്യാഗ്രഹവും അവൻ്റെ ദ്രവ്യാഗ്രഹവുമില്ല. അപ്പോൾ കർത്താവിൻ്റെ മാതൃകയിൽ നമ്മൾ കർത്താവിനെ അനുഗമിച്ച് നമ്മൾ ഇങ്ങനെ അകന്നുപോരെ നേടാൻ കഴിയും. നമ്മൾ അകലാതിരിക്കാൻ എല്ലാം കർത്താവിൻ്റെ ആലോചന ചോദിക്കണം. ഒന്നും സ്വയത്തിൽ നിന്ന് തീരുമാനം എടുക്കരുത് എന്നൊക്കെയുള്ള പാഠങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുകയാണ്. അവസാനം പത്രോസിന് സ്നേഹക്കുറവും ഉണ്ടായി, വിശ്വാസക്കുറവും ഉണ്ടായി, പ്രത്യാശക്കുറവും ഉണ്ടായി, നഷ്ടക്കച്ചവടമായിപ്പോയി. പക്ഷെ കർത്താവ് പരിഹസിച്ചില്ല. നീ 3.5 കൊല്ലം മെനക്കെട്ടുന്നതിൻ്റെ നഷ്ടമായിപ്പോയല്ലോ, മോശമായിപ്പോയല്ലോ എന്ന് പറഞ്ഞൊന്നും കളിയാക്കുന്നില്ല. അവസാനം ചോദിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. സ്നേഹിക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സ്നേഹിക്കുന്നില്ലെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ അർത്ഥം ശരിക്കും പത്രോസിന് മനസ്സിലായില്ല. അവസാനം പത്രോസ് കരയുകയാണ്. സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പം പ്രിയമുണ്ടെന്നാണ് പറഞ്ഞു. എന്നാൽ പ്രിയം തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ കരയുക. സ്നേഹവും ഇല്ലായിരുന്നു, പ്രിയവും ഇല്ലായിരുന്നു, എന്തൊക്കെ ഉണ്ടെന്നായിരുന്നു ഭാവം. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അവസാനം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് പോലെ 3 പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ചിട്ട് വീണ്ടും നീ എന്നെ അനുഗമിക്ക്, സ്വയത്തെ ഇനിയെങ്കിലും കുരിശിക്ക് എന്നൊക്കെ പറഞ്ഞ് പത്രോസിനെ ആത്മാവിൽ നിറച്ച് ആത്മഫലം കൊയ്തെടുത്ത് മനുഷ്യരെ പിടിക്കുന്നവനാക്കി. പെന്തിക്കോസ്തി പെരുന്നാളിൽ ആത്മാവിൽ നിറഞ്ഞ് പ്രാണനെ മുഴുവൻ വീണ്ടെടുത്ത് 3000 പേരെയാണ് ആദ്യം നേടിയത്. അതിനുശേഷം 5000 പേരായി. പിന്നെ ലക്ഷക്കണക്കിന്, ഇപ്പോൾ കോടിക്കണക്കിന് പേര് ഈ പത്രോസിൻ്റെ കീഴെയുണ്ട്. നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ഈ പത്രോസിൻ്റെ പരാജയങ്ങളും വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം. നമുക്ക് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതവും പത്രോസിൻ്റെ പോലെ താഴ്ന്നതും ബലഹീനതയുള്ളതും പിന്മാറുന്നതും സ്വയത്തിൽ ആശ്രയിക്കുന്നതൊക്കെയാണ് സമ്മതിക്കുന്നത്. ഞങ്ങൾ നിന്നോട് ചോദിക്കാതെ ഞങ്ങൾ ബോറടിക്കുന്ന സാഹചര്യത്തിൽ എന്തെല്ലാം ബലഹീനത ഞങ്ങൾക്കുണ്ടായി. മടുപ്പുണ്ടായ രാത്രികൾ, ഏകാന്തതയിൽ മടുപ്പുണ്ടായി, ആരും സ്നേഹിക്കാനില്ലാന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എവിടെയെല്ലാം പോയിട്ടുണ്ട്, എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഏകാന്തതയുടെ ബലഹീന നിമിഷത്തിൽ മദ്യപിക്കുന്നവരുണ്ട്, ബ്ലൂ ഫിലിം കാണുന്നവരുണ്ട്, മയക്കുമരുന്നടിച്ച് ലക്കില്ലാതെ പോകുന്നവരുണ്ട്, ദുഷ്ടകൂട്ടുകാരോടുകൂടി അലഞ്ഞു നടക്കുന്നവരുണ്ട്. എന്തെല്ലാം പരിപാടികളാണ്, ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു. ആ സാഹചര്യത്തിലെല്ലാം പിതാവിനെ കാര്യം ന്യായമായി വിധിക്കുന്നതെങ്കിൽ പരമേൽപ്പിച്ച ആ കർത്താവിൻ്റെ മാതൃകയിൽ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ വ്യാകുലങ്ങളും സ്വർഗത്തിലെ പിതാവിനെ അറിയിച്ചാൽ അവനത് കേൾക്കുവാനും അതിന് പരിഹാരം തരാനും പാപങ്ങൾ ക്ഷമിക്കുവാനും നല്ല ആലോചന തരാനും മഹത്വത്തിലേക്ക് നയിക്കുവാനും കയ്യെ പിടിക്കാനും ഒക്കെ കർത്താവ് തയ്യാറാണെന്നുള്ള കാര്യം ഞങ്ങളെ ഇനി ഒരിക്കൽ കൂടെ പഠിപ്പിക്കാൻ നന്ദി പറയുന്നു. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ പ്രാണനെ വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് വീണ്ടും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പ്രാണൻ കയറുന്നത് വരെ കാത്തിരിക്കുവാൻ തരുന്ന സ്നേഹത്തിൻ്റെ അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. അന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിനെ നാമത്തെ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരീതനായിട്ട് തന്നെ.